ഓണക്കാലം വരികയാണ്. ഓണത്തോടനുബന്ധിച്ച് ഓണസദ്യക്കുള്ള തിരക്കിലാണ് ആളുകളൊക്കെ. പക്ഷേ ഒരു പ്രശ്നമുള്ളത് പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര വിലക്കയറ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഇത്തരത്തിലുള്ള വിലക്കയറ്റം ഏത് തരത്തിലാണ് ബാധിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കച്ചവടക്കാരുടെ അടുത്തും വളരെ സാധാരണക്കാരുടെ അടുത്തും അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി? ഞാനിപ്പോൾ ഈ ഓണത്തിനുള്ള പച്ചക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു. പിന്നെ ഇത്തിരി വിലയൊക്കെ ഇത്തിരി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഇത്തിരി കുറവാണ്. അതെ, അല്ല എങ്കിലും ഞാൻ മുൻകൂട്ടി വാങ്ങിച്ചാണ്, കാരണം നാളെ അത്രയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് തിരക്കും എന്നെക്കാട്ടും പിന്നെ വാങ്ങിച്ചു വെച്ചാലേ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കാമല്ലോ, ആ ഒരു സന്തോഷം. പിന്നെ വിലക്കൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ തക്കാളി ആണെങ്കിലും ഈ മറ്റുള്ള എല്ലാം ആണെങ്കിലും ഇപ്പോൾ 2 ദിവസം വരെയുള്ള വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇത്തിരി കുറവായിട്ട് തോന്നി. കാരണം ഇന്നലെ ഞാൻ വാങ്ങിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇത്തിരി ഇളവുണ്ട് എനിക്ക്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അത് ഇനിയും ഈ ഓണം വരെ ഇങ്ങനെ പിടിച്ചിരിക്കണമെങ്കിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇത്തിരി പഴയ പോലെ ഓണം ആഘോഷിക്കാം. വിലക്കാരും വില കൂടുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ 5 കൂട്ടം കറി വെക്കുന്നിടത്ത് ചിലപ്പോൾ 2 കൂട്ടം കറി വെച്ച് നിർത്തേണ്ടി വരും. ഇപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെ. ഇഞ്ചിയൊക്കെ എങ്ങനെയുണ്ട്? ഇഞ്ചി ഇപ്പം ഞാനിപ്പോൾ വാങ്ങിച്ചപ്പോൾ ഈ ചേട്ടൻ 1 കിലോ എനിക്ക് 60 രൂപ തന്നെ. ഇഞ്ചിക്കറി വെക്കാണ്ടിരിക്കാൻ പറ്റില്ല ഓണത്തിന്. അത് എന്താണെങ്കിലും അതെ, ഇഞ്ചിയില്ലാത്ത ഓണമില്ലല്ലോ. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു. വില ഇത്തിരി കൂടുതലാണെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ പച്ചക്കറിക്കും വില കൂടുതലാണ്, ഒന്നിനും കുറവില്ല. കൂടിക്കൊണ്ടിരിക്കണേ, ഒരേ ദിവസം വരുംതോറും കൂടിക്കൊണ്ടിരിക്കണേ. ഇനി ഓണത്തിനൊക്കെ ഇതിലും വലിയ വിലയായിരിക്കും. അപ്പോൾ 1/2 കിലോ മേടിക്കാൻ വന്നെ ഒരു 1/4 കിലോ മേടിച്ചു പോകും, അത്രേ ഉള്ളൂ. വില അതേപോലെ അല്ലേ പച്ചക്കറിയുടെ വിലയൊക്കെ? ഇപ്പൊ കുഴപ്പമില്ല, അടുത്ത ആഴ്ച കൂടും. അതെ, ഉറപ്പാണ്. സർക്കാർ ഇടപെടലല്ലേ, സർക്കാർ നോക്കിക്കണല്ലേ. സർക്കാർ സീസൺ ആകുമ്പോൾ അങ്ങനെയാണ്, സീസൺ അനുസരിച്ച് കൂടുന്നതാണ്. പിന്നെ പച്ചക്കറി, കോഴി, കച്ചക്കറിയൊക്കെ സീസണാണ്. ഇപ്പൊ ചേട്ടന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയോ? എല്ലാ സാധനവും ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് പരിചയമുള്ള ആളാണ്. അപ്പൊ ഇത്തിരി അഡ്ജസ്റ്റ്മെന്റിലൊക്കെ കിട്ടും. അതുകൊണ്ട് 50% ഡിസ്കൗണ്ട് ഇല്ല, എന്നാലും മാന്യമായ റേറ്റിൽ. സാധാരണക്കാരുടെ അടുക്കളയ്ക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു? സാധാരണക്കാരുടെ അടുക്കള ഇല്ലല്ലോ, അത് സർക്കാരുടെ അടുത്ത് മാറ്റിയേക്ക്. സർക്കാരിൻ്റെ കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല. സർക്കാർ മൊത്തത്തിൽ അവസരത്തിൽ കിടക്കുന്നത്. സർക്കാർ മകളുടെ പേരിൽ ആരോപണം എന്ന് വെച്ചപ്പോൾ അയാൾ കൊണ്ട് ആ പാവം പിടിച്ച വക്കീലിൻ്റെ പേരെ കേസെടുത്ത്. അതാണ് നമ്മുടെ സർക്കാർ. കഴിഞ്ഞ പ്രാവശ്യം വളരെ മോശം സർക്കാരിൻ്റെ പ്രവർത്തനം, വളരെ മോശം. പിന്നെ അനാർക്കാനും തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത്രയാണ്, പ്രത്യേകിച്ച് കാലി നാളെ കട്ടണ്ട് പോയി വണ്ടി വില കൂടുതലുള്ള സമയത്ത് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഇഞ്ചി ഇല്ലാതെ ചിക്കൻ കറി വെച്ച ദിവസം ഉണ്ടായിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ പച്ചമുളക്, തക്കാളിക്ക് ഇന്നിപ്പോൾ വില കുറവുണ്ട്. അത് കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. ഞാനൊരു ചെറിയ കച്ചവടക്കാരത്തിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ബാക്കിയുള്ള കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കൺവിൻസിങ് ആയ റേറ്റാണ്. കൊള്ളാം. ഓണമായിട്ട് അങ്ങ് കയറിയിട്ടില്ല, കുതിച്ച് കയറിയിട്ടില്ല, കയറാതിരിക്കട്ടെ. സമയമുണ്ട്, സമയം കിടക്കുകയാണ്. അതെ. ഞാൻ എല്ലാ സാറ്റർഡേസിലും ഒന്ന് ചിക്കനും അടക്കമുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകും. മിക്കവാറും വെജിറ്റബിൾസൊക്കെ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ പള്ളിയിലെ ഇതും കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഒരുപാട് സാധനം വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഇത് എനിക്ക് ഫുഡ് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിനും കൂടി കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. 2 വീലറിന് വന്നാലേ മുതലാവത്തുള്ളൂ. ആദ്യമൊക്കെ വണ്ടിക്കാർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവരുടെ കൂലിയും ഈ കൂലിയും കൂടി ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ. അപ്പോൾ ഈ വിലക്കയറ്റം കാരണം വാങ്ങിക്കുന്ന സാധനങ്ങളുടെ അളവൊക്കെ കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ടോ? കുറയ്ക്കേണ്ടി വന്നിട്ടില്ല. എന്ത് ചെയ്യുന്നറിയാം, ഇപ്പോൾ പച്ചിങ്ങ പയറില്ലേ, അത് മാത്രം വയ്ക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനത്തിട്ട് പച്ചക്കയും കൂടി ആഡ് ചെയ്യും. മനസ്സിലായോ? ഈ കുക്കിംഗ് അറിയാവുന്നവന് എങ്ങനെ വീഴാം. വിലക്കയറ്റം നമ്മളെ ഏൽക്കാതെ നോക്കുക. സവാളയൊക്കെ വില കൂടിയ രക്ഷയില്ല, പക്ഷെ ഇതൊക്കെ ഞങ്ങൾ പിടിച്ചിരിക്കും. ചേട്ടാ, എങ്ങനെയുണ്ട് പച്ചക്കറിയുടെ വിലയൊക്കെ? പച്ചക്കറിയൊക്കെ വില കുറവാണ് ഇപ്പൊ. അതെ, ഭയങ്കര വില കുറവാണ്. വില കുറവാണ്. എല്ലാ ചാനലിലും ചർച്ച ചെയ്യുന്നത് വിലക്കയറ്റത്തിനെ കുറിച്ചാണ്. അങ്ങനെ വലിയ വില. വെണ്ടക്കൊക്കെ 30 രൂപക്കൊക്കെ വിൽക്കണത്. അച്ചിങ്ങ 30 രൂപ, സവാള 1.5 കിലോ 50 രൂപ, ഉള്ളി 1.5 കിലോ 100 രൂപ, കിഴങ്ങ് 2 കിലോ 50 രൂപ. ഇഞ്ചിയൊക്കെ എന്താ വില? ഇഞ്ചി ലേശം വില കൂടുതലാണ്. അതിപ്പോ വില കൂടിയിട്ട് ഒരുപാട് നാളായി. അത് കുറയുന്നില്ല. എന്ത് ഇഞ്ചിക്ക് മാത്രം ഇത്ര വില കൂടാൻ കാര്യം? കിട്ടാനില്ല. പിന്നെ ഇളയ ഇഞ്ചി ഉണ്ട്, അതും ഇത്തിരി അതങ്ങനെ ആർക്കും വേണ്ടത്. മൂത്ത ഇഞ്ചിയാണ് ഇപ്പൊ എല്ലാവർക്കും ആവശ്യം. അതിനും എന്തെങ്കിലും വിലക്ക് വ്യത്യാസം ഉണ്ടോ? അങ്ങനെ ഇല്ല. ഓരോ വിലക്ക് കുറവാണോ? കച്ചവടം അങ്ങനെ ഇപ്പൊ ഇത്തിരി വില ഇഞ്ചിയുടെ ഒക്കെ, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. തക്കാളിക്ക് ഇപ്പൊ കുറഞ്ഞില്ല, 50 രൂപ 60 രൂപക്കൊക്കെ ചില്ലറൊക്കെ വിൽക്കും. ഈ ഓണൊക്കെ വരുന്ന കാരണം ഇപ്പൊ ഇഞ്ചിമുളിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയിൽ വളരെ അത്യാവശ്യമാണല്ലേ? ഇഞ്ചി ചിലപ്പോ ഓണം കലക്കൊന്നും ചിലപ്പോ വില കുറവായിരിക്കും. ഇനി ഉണ്ടല്ലോ, ഒരാഴ്ച കൂടിയൊക്കെ ഉണ്ടല്ലോ. ഓണത്തിന് വില കുറയുന്നുള്ള പ്രതീക്ഷയിലാണ്. വില കുറഞ്ഞാൽ നമുക്ക് കച്ചവടം ഉണ്ടാകും. വില കൂടി കഴിഞ്ഞാൽ
അതനുസരിച്ചുള്ള കച്ചവടം. എങ്ങനെയുണ്ട് പച്ചക്കറിയുടെ വിലക്കയറ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വലിയ വിലക്കയറ്റമൊന്നുമില്ല. ചില ഐറ്റംസിന് മാത്രമേ വില ഉള്ളൂ, അല്ലാണ്ട് ബാക്കി പച്ചക്കറിയൊക്കെ ഒരു റേറ്റ് കുറവാണ്. കാരണം ഇപ്പോൾ സാധാരണ ഓണം വില വരുമ്പോൾ ഒരാഴ്ച മുമ്പൊക്കെ പച്ചക്കറിയൊക്കെ നല്ല വില വരുന്നു. ഇപ്രാവശ്യം സ്വല്പം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തക്കാളിക്കൊക്കെ നല്ല റേറ്റ് ആയിരുന്നല്ലോ. 160 രൂപയും വന്നു, 160, 180 രൂപയും വിറ്റിട്ടുണ്ട്. അപ്പോൾ അത് വില കുറഞ്ഞ് 60, ചില്ലറ റീറ്റെയിൽ 60 രൂപ വെക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ആളുകൾ വന്ന് വാങ്ങിക്കുന്നതൊക്കെ? ഒന്നും വാങ്ങിച്ചിടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി ഓണൊക്കെ ആകുമ്പോഴേക്കും വില കൂടാൻ സാധ്യതയുണ്ടോ? പിന്നെ ചില ഐറ്റംസിന് കൂടും, എല്ലാ ഐറ്റവും കൂടി വില കൂടാൻ സാധ്യതയില്ല. കാരണം അല്ലെങ്കിൽ ഓണത്തിൽ ഇത്രയും വില കുറയാൻ വഴിയില്ല. സാധനങ്ങളായി എല്ലായിടത്തും. പിന്നെ എല്ലായിടത്തും മഴയും ഇതൊക്കെ കൊണ്ടാണ് സാധനങ്ങളുടെ കുറവ്. അപ്പോൾ വിലക്കയറ്റം വലിയൊരു പ്രശ്നമായിട്ടാണല്ലോ എല്ലാവരും പറയുന്നത്. വിലക്കയറ്റം മൊത്തത്തിലൊരു പ്രശ്നമാണ്. കച്ചവടത്തിലായാലും ശരി, ആൾക്കാർക്ക് വില കൂടുതലാന്ന് വെച്ച് വരാനുള്ളൊരു മടിയുണ്ട്. ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ടോ? ഇപ്പോൾ 1 കിലോ മേടിക്കുന്നത് 1/2 കിലോ 1/4 കിലോ ഒക്കെ മേടിക്കുന്നുള്ളൂ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. 2 ആഴ്ച മുമ്പ് കാശ് കൂടുതലായിരുന്നു. 1 കിലോയ്ക്ക് ഇന്ന് 50 രൂപ, മുളക് 1/2 കിലോ 60 രൂപ. ഇഞ്ചി മാത്രമാണ് ഇപ്പൊ കയറി നിൽക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഇഞ്ചി 1/2 കിലോ 60 രൂപ. ഇപ്പൊ ഈ ഓണം കാരനാണോ ഇഞ്ചിക്ക് വില കൂടിയിരിക്കുന്നത്? ഓണം കൊണ്ടാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ആളുകൾ വാങ്ങുന്നതൊക്കെ എങ്ങനെയുണ്ട്? ഇച്ചിരി കുറവാണ്. നിങ്ങൾ എങ്ങനെ ബാധിക്കുന്നേ? ഒരു വൈകുന്നേരം വന്ന ആൾക്കാർ വൈകുന്നേരം വരുമ്പോൾ ആൾക്ക് ഉച്ച ടൈമാണല്ലോ, ആൾക്കാർ കുറവാണല്ലോ. ഓണാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ അല്ലേ ഇനിയിപ്പോ നല്ല കച്ചവടം വരാൻ? ഓണമാണ്.